എത്ര വലിയ തിരിച്ചടികൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മറുപടി നൽകേണ്ടി വന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ധനുരാശിയുടെ തുടക്കമായ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ കഴിഞ്ഞ ചില കാലങ്ങളിൽ നിങ്ങൾ നേരിട്ട പരീക്ഷണങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ കേട്ടോളൂ, ചിങ്ങം ഒന്നോടെ പിറക്കുന്ന 1202 കൊല്ലവർഷം നിങ്ങളെ വീണ്ടും പരീക്ഷിക്കാനല്ല, മറിച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയവരുടെ മുന്നിൽ വിജയിപ്പിച്ചു കാണിക്കാനാണ് എത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത ഏടുകൾ അവസാനിക്കാനും ആഗ്രഹിച്ച സാമ്പത്തിക ഉന്നതിയും സ്ഥാനമാനങ്ങളും തേടിയെത്താനും പോകുന്ന ചരിത്രവർഷമാണിത്. എന്നാൽ ഈ വലിയ മാറ്റങ്ങൾക്കിടയിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അപകടചതി മുന്നിൽ കാത്തിരിപ്പുണ്ട്. എന്തൊക്കെയാണ് മൂലം നക്ഷത്രക്കാർക്ക് 1202 സംഭവിക്കാൻ പോകുന്നത്? സാമ്പത്തികം, ജോലി, കുടുംബം, ആരോഗ്യം, പൂർണ്ണമായ വിവരങ്ങൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാണുക. കേതു അധിപനായ ധനുക്കൂറിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും ധൈര്യശാലികളും എന്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സത്യം കണ്ടെത്താൻ കഴിവുള്ളവരുമാണ്. ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ തയ്യാറാവില്ല. 1202 കൊല്ലവർഷത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന അനുകൂല മാറ്റങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് വൻ മുന്നേറ്റമാണ് സമ്മാനിക്കുന്നത്. വ്യാഴത്തിന്റെയും രാഹുകേതുക്കളുടെയും മാറ്റങ്ങൾ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരും. നിങ്ങളെ അലട്ടിയിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് അയവ് വരും. ലക്ഷ്യങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കും. എന്നാൽ അനാവശ്യ ധൃതിയും പെട്ടെന്നുള്ള ദേഷ്യവും നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് ഈ 1202 നിങ്ങളുടെ വിജയരഹസ്യം. ഇനി ഏതൊരു വ്യക്തിയും ഉറ്റുനോക്കുന്ന തൊഴിൽ കരിയർ മേഖലയിലേക്ക് വരാം. 1202 മൂലം നക്ഷത്രക്കാരുടെ കരിയറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ഒരു പുതിയ തൊഴിൽ അന്വേഷിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വലിയൊരു കുതിച്ചുചാട്ടം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളെ തേടി മികച്ച അവസരങ്ങൾ എത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് വിസ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായ ജോലി ലഭിക്കാൻ അത്യന്തം അനുകൂലമായ സമയമാണിത്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസയും സ്ഥാനക്കയറ്റവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വ്യാപിക്കാനും സാധിക്കും. പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ്, ഗവേഷണം, ആത്മീയ രംഗം, നിയമം, വിദേശ വ്യാപാരം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. സാമ്പത്തിക വശത്തേക്ക് നോക്കുകയാണെങ്കിൽ 1202 മൂലം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും ഭദ്രതയും നൽകുന്ന വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അലട്ടിയിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ ചില ഉറവിടങ്ങളിൽ നിന്ന് പണമെത്തും. പഴയ വസ്തുവകകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കും. സ്വന്തമായി വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഈ 1202 യാഥാർത്ഥ്യമാകും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രധാന ജാഗ്രത വേണം. കയ്യിൽ പണം വരുമ്പോൾ ആവേശത്തിന്റെ പുറത്ത് അപകടകരമായ സാമ്പത്തിക ഇടപാടുകളിലോ വ്യക്തതയില്ലാത്ത ചിട്ടികളിലോ പണം നിക്ഷേപിക്കരുത്. മറ്റുള്ളവർക്ക് ഈട് നിൽക്കുന്നതും ജാമ്യം നൽകുന്നതും പൂർണ്ണമായി ഒഴിവാക്കുക. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ വർഷം വലിയൊരു സമ്പാദ്യം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഈ വർഷം മൂലം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും? കുടുംബത്തിൽ മാനസിക സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദീർഘകാലമായി നീണ്ടുപോയ വിവാഹാലോചനകൾ മൂലം നക്ഷത്രക്കാർക്ക് സഫലമാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വസ്തതയും വർദ്ധിക്കും. സന്താനങ്ങളുടെ വളർച്ചയിലും അവരുടെ നേട്ടങ്ങളിലും നിങ്ങൾക്ക് ഏറെ സന്തോഷിക്കാൻ സാധിക്കും. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. കേതുവിന്റെ നക്ഷത്രമായതിനാൽ അനാവശ്യ ചിന്തകൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം, നടുവേദന, ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും യോഗയും ധ്യാനവും ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് ആരോഗ്യം മികച്ചതാക്കാൻ സഹായിക്കും. 1202 അനുഭവപ്പെടാവുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ മൂലം നക്ഷത്രക്കാർ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. ഞായറാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ഗണപതിക്ക് കറുകമാല അർച്ചന നടത്തുന്നതും ഉണ്ണിയപ്പം വഴിപാടായി നൽകുന്നതും ദോഷങ്ങളെ അകറ്റും. കൂടാതെ ദിവസവും ഗണേശ അഷ്ടോത്തരം ജപിക്കുന്നതോ കേൾക്കുന്നതോ നിങ്ങൾക്ക് വലിയ പോസിറ്റീവ് ഊർജവും വിജയവും നൽകും. സാധുക്കൾക്ക് ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോയാൽ 1202 കൊല്ലവർഷം മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സുവർണ കാലഘട്ടമായി മാറും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട മൂലം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കൃത്യമായ നക്ഷത്ര ഫലങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മൂലം നക്ഷത്രക്കാർക്കും സർവ്വമംഗളങ്ങൾ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.